ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിലെ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസും അതുപോലെ തന്നെ ബേസിക് ഓപ്പറേഷൻസ് ഓൺ സിഗ്നൽസും ആണ്. അപ്പൊ നമുക്ക് ആദ്യം ബേസിക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ടൈം സിഗ്നൽസിനെ പറ്റി പറയാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റെപ്പ് സിഗ്നൽ ആണ്. സ്റ്റെപ്പ് സിഗ്നലിന്റെ കേസിൽ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നല് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് യു ഓഫ് ടി ഇസ് ഈക്വൽ ടു 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0യും ടി ലെസ് ദാൻ 0 എന്ന ടൈമിൽ ഈക്വൽ ടു 0യും ആണ്. അതായത് നമ്മുടെ വേവ് ഫോം എങ്ങനെ വരും? 0ല് 1, അവിടുന്ന് 0നേക്കാളും ഗ്രേറ്റർ ആകുമ്പോൾ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ല് വാല്യൂ 1 തന്നെയായിട്ട് കോൺസ്റ്റന്റ് ആയി നിൽക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വേവ് ഫോം ആണ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിന്റെ കേസിൽ കിട്ടുക. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് സിഗ്നലിന് എക്സാമ്പിൾ ആണ് റാമ്പ് സിഗ്നൽ. യൂണിറ്റ് റാമ്പ് സിഗ്നലിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആർ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ടി ലെസ് ദാൻ 0 ആവുന്ന കണ്ടീഷനിൽ വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 1 വരും, 2ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 വരും ആൻഡ് 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 3 വരും. ഇതുപോലെയാണ് വരിക അല്ലെ? അപ്പോ റാം സിഗ്നല്, യൂണിറ്റ് റാം സിഗ്നലിന്റെ വേവ് ഫോം വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആയിരുന്നു. അതിലെന്താണ്? യു ഓഫ് ടി ഈക്വൽ ടു 1 ആണ് ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ബാക്കി എല്ലാ കേസിലും 0 വരും. റാം സിഗ്നലിന്റെ കേസിൽ ആർ ഓഫ് ടി ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു ടി ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അല്ലാത്ത കേസിലെല്ലാം 0 ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാരാബോളിക് സിഗ്നൽ ആണ്. യൂണിറ്റ് പാരാബോളിക് സിഗ്നലിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്നാണ്, വിച്ച് ഇസ് ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0 ഫോർ ടി ലെസ് ദാൻ 0. ടി സ്ക്വയർഡ് ബൈ 2 വരുമ്പോൾ നമുക്ക് യൂണിറ്റ് പാരാബോളിക് സിഗ്നലിന്റെ വേവ് ഫോം ഇങ്ങനെയാണ് വരിക. ഇപ്പൊ നമ്മൾ 3 ബേസിക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എലമെന്ററി കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് നോക്കി. അത് തമ്മിലുള്ള ഇന്റർ റിലേഷൻ കൂടി നമുക്ക് നോക്കാം. യു ഓഫ് ടി ഡി ടി എന്ന് പറയുന്നത് യു ഓഫ് ടി വിൽ ബി ഈക്വൽ ടു 1 ആണല്ലോ. അപ്പൊ 1 ഡി ടി എന്ന് എഴുതാം. 1 ഡി ടി അതിനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ടി എന്നാണ് കിട്ടുക, വിച്ച് മീൻസ് ആർ ഓഫ് ടി. ആർ ഓഫ് ടിയുടെ വാല്യൂ അല്ലേ ടി എന്ന് പറയുന്നത്. അപ്പൊ യു ഓഫ് ടി ഡി ടിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ആർ ഓഫ് ടി അഥവാ റാം സിഗ്നൽ ആയിരിക്കും. സ്റ്റെപ്പ് സിഗ്നലിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റാം സിഗ്നൽ കിട്ടും. ഓക്കെ, ഇനി ഈ റാം സിഗ്നലിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇന്റഗ്രൽ ആർ ഓഫ് ടി ഡി ടി ചെയ്യുകയാണെങ്കിൽ ഇന്റഗ്രൽ ടി ഡി ടി എന്ന് വരുമല്ലോ, which is equal to t square divided by 2, which is the equation for parabolic signal. അപ്പൊ റാം സിഗ്നലിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്തായിരിക്കും? പാരാബോളിക് സിഗ്നൽ ആയിരിക്കും. പാരാബോളിക് സിഗ്നൽ ആയിരിക്കും. ഓക്കെ, ഇനി നേരെ തിരിച്ച് നമ്മള് റാം സിഗ്നലിന്റെ ഡെറിവേറ്റീവ് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് വരും? ഡി ബൈ ഡി ടി ഓഫ് ടി വരും, വിച്ച് വിൽ ബി ഈക്വൽ ടു 1, വിച്ച് ഈസ് യു ഓഫ് ടി. യു ഓഫ് ടിക്ക് ഈക്വൽ ആണ് അല്ലെ? അപ്പൊ റാം സിഗ്നലിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് സ്റ്റെപ്പ് സിഗ്നൽ കിട്ടുന്നത്. അതുപോലെ തന്നെ പാരാബോളിക്കിനെ എടുത്തിട്ട് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? ഡി ബൈ ഡി ടി ഓഫ് പി ഓഫ് ടി എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2t ആണ്. 2t ഡിവൈഡഡ് ബൈ 2 എന്ന് വരില്ലേ? 2ഉം 2ഉം ക്യാൻസൽ ആയി, വിച്ച് വിൽ ബി ഈക്വൽ ടു ടി, വിച്ച് ഇസ് റാം സിഗ്നൽ അല്ലെ? അപ്പൊ പാരാബോളിക് സിഗ്നലിനെ ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റാം സിഗ്നലും കിട്ടും. ഈ ഒരു റിലേഷൻ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഒരു റിലേഷൻ മനസ്സിലാക്കി വെക്കുക, പഠിച്ചു വെക്കുക. ഓക്കെ,
നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ബേസിക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ടൈം സിഗ്നലിന് എക്സാമ്പിൾ ആണ് യൂണിറ്റ് പൾസ് സിഗ്നൽ. ഒരു പൾസ് പോലെ, അതായത് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ പൈ ഓഫ് ടി എന്നാണ്. പൈ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു 1 ഫോർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ്. അപ്പോൾ മൈനസ് ഹാഫിന്റെയും പ്ലസ് ഹാഫിന്റെയും ഇടയ്ക്ക് മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. അല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും എൽസ്വെയർ എല്ലാം എന്താണ്, അതിന്റെ വാല്യൂ 0 ആണ്. ഇതാണ് യൂണിറ്റ് പൾസ് സിഗ്നൽ. അതിന്റെ വേവ് ഫോം ആണ് പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. അടുത്തത് വരുന്നത് ഇമ്പൾസ് സിഗ്നൽ ആണ്. യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ഓഫ് ടി എന്നാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഡെൽ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു 0, ടി നോട്ട് ഈക്വൽ ടു 0. ടി 0 അല്ലാത്ത സമയത്തെല്ലാം ഡെൽ ഓഫ് ടിയുടെ വാല്യൂ എന്താണ്, 0 ആണ്. ടി ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് നമ്മൾ കൺസെപ്ച്വലി പറയുകയാണെങ്കിൽ ഇൻഫിനിറ്റ് ആണ്. റിയൽ വാല്യൂവിൽ നമ്മൾ പറയുകയാണെങ്കിൽ 1 ആണ് വരിക. അപ്പോൾ ഡെൽ ഓഫ് ടിയുടെ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് വരിക. ഡെൽ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു 1 ഫോർ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ അറ്റ് ടി ഈക്വൽ ടു 0. ഓക്കെ, അപ്പൊ ഇതാണ് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലിന്റെ കേസിൽ വരുന്നത്. ഇനി വരുന്ന സ്റ്റാൻഡേർഡ് സിഗ്നൽസിന് എക്സാമ്പിൾ ആണ് കൊസൈൻ സിഗ്നലും സൈൻ സിഗ്നലും. അല്ലെങ്കിൽ കൊസൈൻ സിഗ്നൽ എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും, എ കോസ് ഒമേഗ ടി എന്നുള്ള ഫോമിൽ ആയിരിക്കും. ഇവിടെ പ്ലസ് ഫൈയും കൂടി ഉണ്ട്. ഇവിടുത്തെ ഫൈ എന്ന് പറയുന്നത് 0 ആവുന്ന കേസിലുള്ള ഗ്രാഫ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സാധാരണ കോസിന്റെ ഗ്രാഫ് 0-ല് 1 വരും, 90-ല് 0 വരും, -1-ലേക്ക് പോവും. അതേ കൊസൈനിന്റെ ഗ്രാഫ്. ഓക്കെ, അതേസമയം സിനുസോയ്ഡൽ സിഗ്നൽ ആണെങ്കിൽ എന്താണ് ഫോർമുല, എ സൈൻ ഒമേഗ ടി ആണ്. പ്ലസ് ഫൈയും കൂടി ഉണ്ട്. ഫൈ ഈക്വൽ ടു 0 ആവുന്ന കേസിലുള്ള ഗ്രാഫ് ആണ് നമുക്ക് കാണിച്ചിട്ടുള്ളത്. 0 സ്റ്റാർട്ട് ചെയ്തു, 90 ഡിഗ്രി എത്തുമ്പോൾ 1 ആയി, വീണ്ടും 0-ലേക്ക് വരുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പൊ ഇതാണ് സിനുസോയ്ഡൽ സിഗ്നലിന്റെ വേവ് ഫോം വരുന്നത്. ഇനി ഒന്നും കൂടി ഉള്ളതെന്ന് പറയുന്നത് എക്സ്പോണൻഷ്യൽ സിഗ്നൽ ആണ്. എക്സ്പോണൻഷ്യൽ സിഗ്നലിന്റെ ജനറൽ ഇക്വേഷൻ എഴുതാണെങ്കിൽ എക്സ് ഓഫ് ടി വിൽ ബി ഈക്വൽ ടു എ ഇ റൈസ് ടു എ ടി എന്ന് നമുക്ക് എഴുതാം. വേർ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആയിരിക്കും. ഇതിലത്തെ സ്മോൾ എയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സിഗ്നൽ, എക്സ്പോണൻഷ്യൽ സിഗ്നലിനെ ഗ്രോയിങ് സിഗ്നൽ ആക്കാം, ഡീക്കേയിങ് സിഗ്നൽ ആക്കാം, അല്ലെങ്കിൽ ഡി സി സിഗ്നൽ ആക്കാം. അപ്പൊ ഏതൊക്കെ കേസിലാണ് ഏതൊക്കെ വേവ് ഫോം ആണ് കിട്ടണതെന്ന് നമുക്ക് നോക്കാം. ഡി സി സിഗ്നൽ കിട്ടുന്നത് എ ഈക്വൽ ടു 0 ആവുമ്പോഴാണ്. എ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇ റൈസ് ടു 0 വിച്ച് ഇസ് ഈക്വൽ ടു 1, വിച്ച് മീൻസ് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എ ആണ് വരിക, അല്ലെ? അതായത് ഒരു ഡി സി സിഗ്നൽ ആണ് നമുക്ക് കിട്ടുക. ഇനി എക്സ്പോണൻഷ്യലി ഗ്രോയിങ് സിഗ്നലിന്റെ കേസിലാണെങ്കിൽ എ ഗ്രേറ്റർ ദാൻ 0 വരുന്ന കേസിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എക്സ്പോണൻഷ്യലി ഗ്രോയിങ് സിഗ്നൽ കിട്ടുന്നത്. അതിന്റെ വേവ് ഫോം ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ ആയിരിക്കും. എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് സിഗ്നൽ ആണെങ്കിൽ എ വിൽ ബി ലെസ് ദാൻ 0 ആൻഡ് ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, അപ്പൊ നമ്മള് ബേസിക് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എലമെന്ററി കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് ആണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ബേസിക് സിഗ്നൽസ് തന്നെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിലുള്ളത് നോക്കാം. വലിയ വ്യത്യാസമൊന്നുമില്ല, ഇതിൽ ഡിസ്ക്രീറ്റ് ആയിരിക്കും എന്നുള്ളതാണ് വ്യത്യാസം. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ ആവുമ്പോൾ യു ഓഫ് എൻ വിൽ ബി ഈക്വൽ ടു 1 ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് വിൽ ബി 0 ഫോർ എൻ ലെസ് ദാൻ 0. അപ്പൊ അതിന്റെ വേവ് ഫോം എന്ന് പറയുന്നത് എന്ത് വരും, ഇവിടെ 1, ഇവിടെയും 1, ഇവിടെ 1, ഇവിടെ 1, ഇങ്ങനെയല്ലേ വരിക. യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നലിന്റെ ഗ്രാഫ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആയതുകൊണ്ടാണ് ഓരോ പോയിന്റിൽ 1, 2, 3, 4 എന്നുള്ള പോയിന്റ്സിൽ മാത്രം നമ്മൾ 1ന്റെ ആംപ്ലിറ്റ്യൂഡ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് യൂണിറ്റ് റാമ്പ് സിഗ്നൽ ആണ്. എന്തായിരിക്കും, ആർ ഓഫ് എൻ വിൽ ബി ഈക്വൽ ടു എൻ ഫോർ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 0-ല് 0 വരും, 1-ല് 1 വരും, 2-ല് 2 വരും. ഓക്കെ, അപ്പൊ ഡിസ്ക്രീറ്റ് ടൈമില് പോസിറ്റീവ് വാല്യൂ 0 ടു ഇൻഫിനിറ്റി പോസിറ്റീവ് വാല്യൂ വരുന്ന ടേമിലൊക്കെ നമുക്ക് എന്നിന്റെ വാല്യൂ ആയിരിക്കും ആർ ഓഫ് എന്നിന്റെ വാല്യൂ ആയിട്ട് വരുന്നത്. n ലെസ് ദാൻ 0ക്ക് ഈ വിൽ ബി ഈക്വൽ ടു 0. അപ്പോ യൂണിറ്റ് റാമ്പ് സിഗ്നലിന്റെ വേവ് ഫോം ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ ആണ്. യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ എന്തായിരിക്കും, ഡെൽ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 ഫോർ എൻ ഈക്വൽ ടു 0. n 0 ആവുന്ന സമയത്ത് ഡെൽ ഓഫ് എന്നിന്റെ വാല്യൂ എന്തായിരിക്കും,
വിൽ ബി ഈക്വൽ ടു 1. അല്ലാത്ത സമയത്തൊക്കെ ഡെൽ ഓഫ് എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? 0. ഓക്കെ. പിന്നെ നേരത്തെ പോലെ വരുന്നത് തന്നെയാണ് കൊസൈൻ സിഗ്നലും സൈൻ സിഗ്നലും. എ കോസ് ഒമേഗ എന്നുള്ള ജനറൽ ഇക്വേഷൻ ആണ് എക്സ് ഓഫ് എന്നിന് വരുന്നത്. ഇവിടുത്തെ കേസിൽ എക്സ് ഓഫ് എൻ ഇസ് ഇക്വൽ ടു എ സൈൻ ഒമേഗ എന്നാണ് വരുന്നത്. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2πf ആണ്. 2π/t ആണ്. ആ 2π/t നമ്മൾ പഠിച്ചിരുന്നപ്പോഴേ പറഞ്ഞിരുന്നു, ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 2πr/n ആണ്. n ആണ് ഫണ്ടമെന്റൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആറിന് പകരം എം ആണെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. കൊസൈൻ സിഗ്നൽ ആണെങ്കിൽ ഇതുപോലെയും, സൈനുസോയിഡൽ സിഗ്നൽ ആണെങ്കിൽ ഈ പിക്ചറിൽ കാണുന്ന പോലെ ആയിരിക്കും നമുക്ക് വേവ് ഫോംസ് കിട്ടുക. ഓക്കെ. ഇനി എക്സ്പോണൻഷ്യൽ സിഗ്നൽ കൂടിയാണ് ഉള്ളത്. എക്സ് ഓഫ് n ഇസ് ഈക്വൽ ടു എ റൈസ് ടു n ആണ്. n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ സിഗ്നൽ എന്ന് പറയുന്നത്. അതിൽ എയുടെ വാല്യൂ 0ന്റെയും 1ന്റെയും ഇടയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഡിക്രീസിങ് എക്സ്പോണൻഷ്യൽ സിഗ്നലും, എ ഗ്രേറ്റർ ദാൻ 1 വരികയാണെങ്കിൽ ഇൻക്രീസിങ് എക്സ്പോണൻഷ്യൽ സിഗ്നലും ആണ് കിട്ടുക. അതിന്റെ വേവ് ഫോം എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ള പോലെ ഇത് ഡിക്രീസിങ് ആയിട്ടും ഇത് ഇൻക്രീസിങ് ആയിട്ടും വരും. ഓക്കെ. നമുക്ക് സിഗ്നൽസിന്റെ കേസിൽ വരുന്ന ബേസിക് ഓപ്പറേഷൻസ് ആണ് നോക്കാനുള്ളത്. ബേസിക് ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 പാരാമീറ്റേഴ്സിലാണ് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നത്. ഒന്ന് ആംപ്ലിറ്റ്യൂഡ്, രണ്ടാമത്തെ ടൈം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ആംപ്ലിറ്റ്യൂഡിന്റെ കേസിൽ വരുന്ന ഓപ്പറേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിങ്ങിനെ പറ്റി പറയാം. എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിനെ നമ്മളൊരു ഫാക്ടർ സി കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിന്റെ ഇടയിൽ -t0 to t0 എന്ന് ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 2 ആണെന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ. ഇനി ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ് ചെയ്ത് കഴിയുമ്പോൾ 2 ടൈംസ് എക്സ് ഓഫ് ടി എന്നാണ് നമ്മൾ ചെയ്തതെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ട്വൈസ് ആവും, വിച്ച് വിൽ ബി ഈക്വൽ ടു 4. 2 into 2 4ന് ഈക്വൽ ആവും. ടൈം പീരീഡിൽ വല്ല വ്യത്യാസം ഉണ്ടോ? ഇല്ല. സെയിം ടൈം പീരീഡിൽ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വേവ് ഫോമിന് മാത്രമാണ് സ്കെയിലിംഗ് വരുന്നത്. ഇനി ഹാഫ് ഓഫ് എക്സ് ഓഫ് ടി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നേരത്തെ എക്സ് ഓഫ് ടിയുടെ വേവ് ഫോമിന്റെ ആംപ്ലിറ്റ്യൂഡ് 2 divided by 2 ചെയ്തതായിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു 1. അപ്പൊ ഇവിടുത്തെ ആംപ്ലിറ്റ്യൂഡ് എന്താണ് വരിക? 1. ഇവിടുത്തെ ടൈം സ്കെയിലിന് വല്ല ചേഞ്ച് ഉണ്ടോ? ഇല്ല. -t0 to t0 തന്നെയാണ് ടൈം സ്കെയിൽ വരുന്നത്. അതിൻ്റെ ഉള്ളിലെ ആംപ്ലിറ്റ്യൂഡിനാണ് ചേഞ്ച് വരുന്നത്. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗിൽ സംഭവിക്കുന്നത്. അടുത്തത് അഡീഷൻ ആണ്. സിഗ്നൽസ് തമ്മിലുള്ള അഡീഷൻ, കറസ്പോണ്ടിങ് പോയിന്റ്സിൽ വരുന്ന വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. 2 സിഗ്നൽസ് x1 ഓഫ് ടി x2 ഓഫ് ടി പിക്ചറിൽ കാണുന്ന പോലെ നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോ ഇത് ഈ ഒരു പെർട്ടിക്കുലർ ലൈനിന്റെ ഇപ്പുറത്തേക്ക് x2 ഓഫ് ടിയുടെ കമ്പോണന്റ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 2 വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും 3 കഴിഞ്ഞിട്ടുള്ള പോയിന്റിലേക്ക് ആര് മാത്രമേ ഉള്ളൂ? x2 ഓഫ് ടിക്ക് മാത്രമേ വേവ് ഫോം ഉള്ളൂ. അപ്പൊ അവിടെയും എന്തെന്നെ വരും? 2 തന്നെ വരും. അല്ലെ? കറക്റ്റ് അല്ലേ? പിന്നെ സിഗ്നൽ അഡീഷൻ വരുമ്പോ ഈ ഒരു നടുവിലത്തെ പോർഷനിലാണ് നമുക്ക് എന്ത് വരുന്നത്? 2 സിഗ്നൽസിന്റെയും ഇമ്പാക്ട് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വരുന്ന ആംപ്ലിറ്റ്യൂഡ് 2 പ്ലസ് ഇവിടത്തെ ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 1. അപ്പൊ 3യിലേക്ക് മാറും. 2 + 1 3യിലേക്ക് മാറി. അപ്പൊ സിഗ്നൽ ആഡ് ചെയ്തു. ഇപ്പുറത്തെ സൈഡിലാണെങ്കിലും 2 + 1 3യിലേക്കാണ് വരുന്നത്. അപ്പൊ ഇവിടെയും സിഗ്നൽ ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് കിട്ടുന്ന അഡിഷൻ ചെയ്ത് കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത് ഇതായിരിക്കും, വിച്ച് ഈസ് z ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു x1 ഓഫ് ടി പ്ലസ് x2 ഓഫ് ടി. സിഗ്നൽ അഡിഷൻ എളുപ്പമല്ലേ? നെക്സ്റ്റ് വരുന്നത് സബ്ട്രാക്ഷൻ ആണ്. സബ്ട്രാക്ഷന്റെ കേസിലാണെങ്കിലും നമ്മൾ വേവ് ഫോം എടുത്തിട്ടുള്ളത് സെയിം വേവ് ഫോം ആണ് എടുത്തിട്ടുള്ളത്. x1 ഓഫ് ടി മൈനസ് x2 ഓഫ് ടി ആണ് z ഓഫ് ടി എന്ന് പറയുന്നത്. ഇവിടത്തെ കേസിൽ എന്ത് വരും? 0യിൽ നിന്ന് 2 മൈനസ് ചെയ്തതാണ്. അപ്പൊ -2 ആണ് ഇവിടെയും ഇപ്പുറത്തും വരിക. അല്ലെ? കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ 2 ഭാഗത്തും -2 വന്നു. ഇനി 2 ഭാഗത്തെയും സിഗ്നൽ എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എന്ത് വരും? 1 - 2 വരും. അല്ലെ? 1 - 2 വിൽ ബി ഈക്വൽ ടു എന്താണ്? -1 ആണ്. അപ്പൊ നമുക്ക് സിഗ്നൽ
സബ്ട്രാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വേവ് ഫോം ആണ് കിട്ടുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സിഗ്നൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നമ്മൾ സെയിം സിഗ്നൽസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. x1 ഓഫ് ടി ആൻഡ് x2 ഓഫ് ടി. z ഓഫ് ടി ഇസ് ഈക്വൽ ടു x1 ഓഫ് ടി ഇൻറ്റു x2 ഓഫ് ടി ആണ്. 3യുടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും x2 ഓഫ് ടിക്ക് മാത്രമേ വാല്യൂ ഉള്ളൂ. x1 ഓഫ് ടിയുടെ വാല്യൂ എന്താണ്? 0 ആണ്. ഇവിടെയൊക്കെ 0 ആണ് x1 ഓഫ് ടിയുടെ വാല്യൂ. അപ്പോൾ 3 വരെയുള്ള ഭാഗത്ത് നമ്മൾ സിഗ്നൽസിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. 1 ഇൻറ്റു 2 2 ചെയ്തതായിരിക്കും. -3 ടു +3 നമുക്ക് വാല്യൂ വരുന്നത്. അപ്പൊ ആംപ്ലിറ്റ്യൂഡിന്റെ കേസിൽ ഈ ഓപ്പറേഷൻസ് ഒക്കെയാണ് വരുന്നത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ആംപ്ലിറ്റ്യൂഡ് സ്കെയിലിംഗ്. 4 എണ്ണമാണ് നമ്മൾ പഠിച്ചത്. ഇനി വരുന്നത് ടൈമിന്റെ കേസിലുള്ളതാണ്. ടൈമിൽ വരുന്നത് ടൈം ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. അതായത് എക്സ് ഓഫ് ടി പ്ലസ് ഓർ മൈനസ് t0 വരുന്ന കേസിൽ എക്സ് ഓഫ് ടി പ്ലസ് t0 ആണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് ഷിഫ്റ്റ് ആണ് വരിക. -t0ന്റെ ഭാഗത്താണ് ഇവിടെ നമുക്ക് ഈ സെയിം വേവ് ഫോം കാണിച്ചിട്ടുള്ളത് അല്ലെ. അതേസമയം എക്സ് ഓഫ് ടി മൈനസ് t0 വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് ഷിഫ്റ്റ് ആണ് വരിക. t0ന്റെ ഭാഗത്തേക്ക് നമ്മുടെ വേവ് ഫോം ഷിഫ്റ്റ് ചെയ്തു. ഇതായിരുന്നു എക്സ് ഓഫ് ടി എന്നുള്ള വേവ് ഫോം. അതിന്റെ എക്സ് ഓഫ് ടി മൈനസ് t0യും ടി പ്ലസ് t0. ഇവിടെ -t0 ആണെന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. അല്ലാച്ചു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ t0 വെച്ചിട്ട് തന്നെയാണ് വരയ്ക്കണതെങ്കിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയതായിട്ടാണ് കാണുക അല്ലെ. ഓക്കെ അല്ലെ? അപ്പോൾ ഇവിടുത്തെ കേസിൽ ടൈം ഷിഫ്റ്റിങ്ങിന് വരുന്നത് ഇങ്ങനെയാണ്. സിഗ്നലിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. ഒന്നെങ്കിൽ പോസിറ്റീവ് ഷിഫ്റ്റ് നടത്തുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് ഷിഫ്റ്റ് നടത്തുന്നു. ഓക്കെ. പിന്നെ വരുന്ന ഒന്നാണ് ടൈം സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അതായത് എക്സ് ഓഫ് ടി എന്നുള്ളതിന് പകരം എക്സ് ഓഫ് എ ഇൻറ്റു ടി, വേർ എ ഈസ് പോസിറ്റീവ് ആയിരിക്കണം എപ്പോഴും എന്നുള്ളതാണ് അതിന്റെ കണ്ടീഷൻ. എ ഗ്രേറ്റർ ദാൻ 1 ആണ് വരുന്നതെങ്കിൽ കംപ്രഷൻ ഓഫ് സിഗ്നൽ ആണ് നടക്കുന്നത്. എക്സ് ഓഫ് ടി നമ്മൾ ഈ -2 എന്നുള്ളത് എടുത്തു. എക്സ് ഓഫ് 2t ചെയ്യുമ്പോൾ എന്ത് വരും നമുക്ക്? ടി അപ്പൊ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ. 1ന്റെ സ്ഥലത്താണ് എന്ത് വരുന്നത്? എ വരുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടെ കംപ്രഷൻ ഓഫ് സിഗ്നൽ ആണ് നടക്കുന്നത്. അതേസമയം മോഡ് എ ലെസ് ദാൻ 1 വരുന്ന കേസിൽ എക്സ്പാൻഷൻ ഓഫ് സിഗ്നൽ ആണ് നടക്കുന്നത്. അടുത്തത് വരുന്നത് ടൈം റിവേഴ്സൽ ആണ്. ടൈം റിവേഴ്സിന്റെ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് ഓഫ് ടീനെ -1 കൊണ്ട് ടീനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, വിച്ച് മീൻസ് എക്സ് ഓഫ് -t ആണ് ടൈം റിവേഴ്സൽ സിഗ്നൽ ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. എങ്ങനെയാണോ എക്സ് ഓഫ് ടി ഉണ്ടായിരുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വിത്ത് റെസ്പെക്ട് ടു y ആക്സിസ് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ട്രയാങ്കിള് പോസിറ്റീവ് സൈഡിലായിരുന്നത് നെഗറ്റീവ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതാണ് ടൈം റിവേഴ്സലിന്റെ കേസിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് തിയറി പാർട്ട് ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗിവൺ സിഗ്നൽ x of t, which of the following is true for x of 3t plus 6? x of 3t plus 6ന്റെ കേസിൽ എന്താണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം x of 3t plus 6 എന്ന് പറയുന്നത് is equal to x of 3 into t plus 2ന് ഈക്വൽ ആണ് അല്ലെ. അപ്പോൾ ടി പ്ലസ് 2 ചെയ്ത് കഴിയുമ്പോൾ എന്താണ് വരിക? നെഗറ്റീവ് ഷിഫ്റ്റ് ആണ് വരിക. അതായത് ലെഫ്റ്റിലേക്കാണ് വരിക എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ. അപ്പൊ ലെഫ്റ്റിലേക്ക് 2 യൂണിറ്റ് ഷിഫ്റ്റ് ചെയ്തു. അത് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ വരുന്നത് ടൈം സ്കെയിലിംഗ് ആണ്. 3 ടൈംസ് ആണ് ഇത് വരുന്നത്. അപ്പൊ 3 ഇൻറ്റു ടൈം സ്കെയിലിംഗ് ആണ്. t+2 ആണ് വരുന്നത്. t+2 ഓൾറെഡി നമ്മൾ പറഞ്ഞു ലെഫ്റ്റിലേക്ക് 2 യൂണിറ്റ് ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അതിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1/3 ആയിട്ട് കംപ്രഷൻ ആണ് വരിക. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? എക്സ് ഓഫ് ടി ഈസ് കംപ്രസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 3 ആൻഡ് ദെൻ ഷിഫ്റ്റഡ് ലെഫ്റ്റ് ബൈ 2 യൂണിറ്റ്സ്. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the following figure represents a continuous time signal x of t ആണ് തന്നിട്ടുള്ളത് versus time in seconds. Then x of t can also be represented using step signal u of t.
യു ഓഫ് ടി വെച്ചിട്ട് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് ശ്രദ്ധിക്കുക 2 ആണ്. അപ്പൊ 2 ടൈംസ് വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ആയിരിക്കും അല്ലെ. അതിന് ശേഷം നോക്കുകയാണെങ്കിൽ 0 to 1 വരെ നമുക്ക് വേവ് ഫോം എന്ത് ചെയ്യുള്ളൂ, എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. നമുക്കറിയാം യു ഓഫ് ടി എന്ന് പറയുന്നത് 1 വരുന്നത് എക്സ് ഈക്വൽ ടു 0 തൊട്ടാണ്. അങ്ങനെയാണെങ്കിൽ യു ഓഫ് ടി -1 എന്ന് പറയുന്നത് പോസിറ്റീവ് ഷിഫ്റ്റ് വരുമ്പോൾ എന്തായിരിക്കും, ഇവിടം തൊട്ടായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വേവ് ഫോമിന്റെയും ഡിഫറൻസ് നമ്മൾ എടുക്കാന്ന് വിചാരിക്കുക. യു ഓഫ് ടി മൈനസ് യു ഓഫ് ടി -1 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അല്ലെ. അപ്പൊ ഈ സിഗ്നലിന്റെ അവിടെ 1 ഓൾറെഡി ഉണ്ടായിരിക്കും. എവിടം വരെ, 1 വരെ അല്ലെ. അപ്പോ ആംപ്ലിറ്റ്യൂഡ് 1 ആയിരുന്നെങ്കിൽ ഇതായിരുന്നേനെ ആൻസർ. ഇവിടെ ആംപ്ലിറ്റ്യൂഡ് 2 ആയതുകൊണ്ട് ഇതിനെ മൊത്തത്തിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ത് വരും, ഓപ്ഷൻ സി 2u ഓഫ് ടി മൈനസ് 2u ഓഫ് ടി -1. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് എ എന്ന് പറഞ്ഞിട്ടൊരു ഫിഗർ തന്നിട്ടുണ്ട്. എക്സ് ഓഫ് ടി വേഴ്സസ് ടി ആണ് കാണിച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നു. എക്സ് ഓഫ് ടി എന്നുള്ള സിഗ്നലുമേ എന്തോ ഓപ്പറേഷൻ ചെയ്തപ്പോഴാണ് നമുക്ക് വൈ ഓഫ് ടി കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ വൈ ഓഫ് ടീനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് എക്സ് ഓഫ് ടി എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള വേവ് ഫോമിന്റെ കേസിൽ ഇവിടെ 1ഉം ഇവിടെ 0.5 ആയതുകൊണ്ട് ടൈം സ്കെയിലിംഗ് നടന്നിട്ടുണ്ടെന്ന് അറിയാം. ടൈം സ്കെയിലിംഗ് നടന്നിട്ടുള്ളത് കംപ്രഷൻ ആയതുകൊണ്ട് 2t ആയിരിക്കും. കറക്റ്റ് അല്ലേ? 2t വരുമ്പോഴല്ലേ ടൈം ഹാഫ് ആയിട്ട് കംപ്രസ്ഡ് ആയി പോകുന്നത്. ഇവിടെ വരുന്ന മാഗ്നിറ്റ്യൂഡ് 1ഉം ഇവിടെ വരുന്ന മാഗ്നിറ്റ്യൂഡ് 2 ആയതുകൊണ്ട് സിഗ്നലിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ എന്ത് വരും, 2x ഓഫ് 2t ആണ് ആൻസർ വരിക. ഓക്കെ, 2 × x ഓഫ് 2t. അപ്പൊ എക്സ് ഓഫ് 2t ആണ് നമുക്ക് ആദ്യം ഉണ്ടായിരുന്നത്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്ത് വരുന്നത്, വൈ ഓഫ് ടി വരുന്നത്. അപ്പൊ ഇവിടെ വൈ ഓഫ് ടി ഇസിക്വൽ ടു എന്തായിരിക്കും, 2 × x ഓഫ് 2t ചെയ്തതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what will be the output y of n when y of n equal to u of n into del of n ആണ്. y of n എന്ന് പറയുന്നത് എന്താണ്, u of n into del of n ചെയ്താണ്. del of n ന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള വേവ് ഫോം ഇതാണ്. n ഇങ്ങോട്ട് പോകുന്നു, del of n ഇങ്ങോട്ട് പോകുന്നു. നമുക്ക് കിട്ടുന്ന മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 മാത്രമാണ്. വെൻ n ഈക്വൽ ടു 0 ആണ് നമുക്ക് ഡെൽ ഓഫ് n മാഗ്നിറ്റ്യൂഡ് ഉള്ളൂ. ബാക്കി എല്ലാ സമയത്തും ഡെൽ ഓഫ് n 0 ആണ്. യു ഓഫ് n എടുക്കുകയാണെങ്കിൽ എന്തുവരും, 1 1 1 ഇങ്ങനെ പോകും അല്ലെ. അതായത് ഇവിടം തൊട്ട് 0-ല് 1 ആണ്, 1-ല് 1 ആണ്, 2-ല് 1 ആണ്, 3-ല് 1 ആണ്, എക്സെട്ര അല്ലെ. അപ്പോ ബാക്കി എല്ലാ പോയിന്റ്സിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു ഓഫ് n ഇൻറ്റു ഡെൽ ഓഫ് n എടുത്തു കഴിയുമ്പോൾ എന്താണ് വാല്യൂ കിട്ടുന്നത്, 0 ആണ്. കാരണം ഡെൽ ഓഫ് n ബാക്കി എല്ലാ പോയിന്റിലും 0 അല്ലേ. 0 എന്ന് പറയുന്ന പോയിന്റിൽ മാത്രം യു ഓഫ് n 1ഉം ഡെൽ ഓഫ് ന്റെ വാല്യൂ ഡെൽ ഓഫ് n തന്നെയാണ്. ഇവിടെ യൂണിറ്റ് ഇമ്പൾസ് സിഗ്നൽ ആണെന്ന് പറയാത്തതുകൊണ്ട് ഇത് നമുക്ക് വാല്യൂ 1 ആണെന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ആംപ്ലിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡെൽ ഓഫ് ന്റെ വാല്യൂ എന്താണോ അതാണ് ഡെൽ ഓഫ് n ഇൻറ്റു യു ഓഫ് n വരുന്നത്. കറക്റ്റ് അല്ലേ? അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് വരും, ഓപ്ഷൻ സി ഡെൽ ഓഫ് n. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം, യു ഓഫ് n എന്ന് പറയുന്നത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നതാണ്. 1 ഇൻറ്റു ഡെൽ ഓഫ് n വരും, വിച്ച് മീൻസ് ഡെൽ ഓഫ് n. y of n is equal to del of n. Now the last question is, if a signal x of t has energy E, എക്സ് ഓഫ് ടിയുടെ എനർജി കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് -∞ to ∞ മോഡ് എക്സ് ഓഫ് ടി സ്ക്വയർ ഡി ടി ആണ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നതാണ് ഇ എന്ന് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എനർജി ഓഫ് സിഗ്നൽ എക്സ് ഓഫ് 2t ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് വരും, ഈ ഡാഷ് എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഡാഷിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, -∞ to ∞ എക്സ് ഓഫ് 2t സ്ക്വയർ ഡി ടി എന്ന് എഴുതാം. ഇതിലെ 2tനെ നമ്മൾ യു ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും, 2 × dt is equal to du, which means dt is equal to 1/2 du. കറക്റ്റ് അല്ലേ? നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്റഗ്രൽ -∞ to ∞ എക്സ് ഓഫ് യു
സ്ക്വയർ ഹാഫ് ഡി യു എന്ന് വരും. കറക്റ്റ് അല്ലേ? അല്ലെ എക്സ് ഓഫ് യു സ്ക്വയർ ഡി യുന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇക്ക് ഈക്വൽ ആണ്. ഇ ഇൻറ്റു 1/2 വരും. അപ്പോൾ കറക്റ്റ് അല്ലേ? അപ്പൊ ഇ ഡിവൈഡഡ് ബൈ 2 ആണ് എനർജി വരുന്നത്. ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ സി, ഇ ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എക്സ്പ്ലെയിൻ ചെയ്ത ഏതെങ്കിലും തിയറി പാർട്ടിലോ അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Focus on what really matters.